നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവ്യ തന്റെ പരസ്യം വീണ്ടും വീണ്ടും ഫോണിനകത്ത് കണ്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ, നിന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നേ. എന്താ, എല്ലാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എവിടെ കരച്ചിലും പിടിച്ചിലും തുടങ്ങി കാണുമല്ലേ? അതെ, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? നീ ഏൻ ജ്വല്ലറിയിലെ പരസ്യ മോഡലായിട്ട് ചെന്നതിന് ശേഷം അവർക്ക് വെച്ചടി വെച്ചടി കയറ്റമല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. ഹും, അത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അത് ശരിയാ. ഇനി എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ മോളെ. എന്താണെന്നറിയാവോ? ഉം, ആദർശിന് എതിരെ എന്ത് നടപടിയാണ് മുത്തശ്ശൻ എടുക്കണേന്ന്. ഉറപ്പായിട്ടും ആദർശിനിട്ട് പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് കേട്ടപ്പോ നബി പറഞ്ഞു, അങ്ങനെ എന്തേലും ചെയ്യുവോ? ഭയങ്കര ആദർശധീരനാന്നും പറഞ്ഞുകൊണ്ട് നടന്നല്ലേ. അയാള് ചെയ്ത ദുഷ്ടത്തരം ചന്തുമോളുടെ അച്ഛനാ. എന്നിട്ട് പോലും അയാൾക്ക് വേണ്ടുന്ന ശിഷ്യൊന്നും ഈ വീട്ടിലുള്ളവർ കൊടുത്തില്ലല്ലോ. മുത്തശ്ശൻ എന്തേലും ചെയ്തോ? അപ്പി അതുപോലെ തന്നെ ആയിരിക്കും ഇതും. വന്നു കഴിയുമ്പത്തിനും പോട്ടയുടെ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കത്തുള്ളൂ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നവിയെ. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാ, മുത്തശ്ശൻ വേറെന്ത് സഹിക്കും, ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇതുവരെ ആയിട്ടും മുത്തശ്ശൻ ആരോട് സംസാരിച്ചിട്ടില്ല. എന്റെ അമ്മാവന്മാരൊക്കെ എതിരാണ് ഇതിന്. പിന്നെ ആദർശിന്റെ അച്ഛൻ പോലും ആദർശനോടൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. നവി പറഞ്ഞു, ഏ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ എവിടുന്ന് എം ഡി സ്ഥാനത്തുനിന്ന് മാറ്റാൻ പോകുന്നുണ്ടോ? നമുക്കതൊക്കെ കണ്ടറിയണം. നീ ഒന്ന് ആലോചിച്ചു നോക്കേ. ഞാനന്ന് കമ്പനിയിൽ കള്ളക്കടത്ത് സ്വർണം കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നമായി. നന്ദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പക്ഷെങ്കിൽ ഈ പറയുന്ന മുത്തശ്ശന് എന്നെ ഇറക്കാൻ വേണ്ടി വന്നോ? ഏതേലും വക്കീലിനെ വിടുവോ? എന്തേലും ചെയ്തോ? ഇല്ലല്ലോ. നീയൊക്കെ എത്രമാത്രം കിടന്ന് ഓടിയതാ. അതാണ് മുത്തശ്ശന്റെ സ്വഭാവം. മുത്തശ്ശന് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആദർശനിട്ട് നല്ല പണി തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ. നവ്യ പറഞ്ഞു, അങ്ങനെ കിട്ടണം. കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും കാത്തിരുന്നേ. നിന്നെ കുറച്ച് കണ്ണീര് കുടിപ്പിച്ചല്ലേ അഭി? അതെ, എങ്കിലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. വരട്ടെ, ആദർശ് വരട്ടെ. ആദർശ് വന്ന് കഴിയുമ്പോഴറിയാം ഇവിടുത്തെ മുത്തശ്ശന്റെ നിലപാട് എന്താന്ന്. നല്ലൊരു കടുത്ത നിലപാട് തന്നെ ആയിരിക്കും മുത്തശ്ശൻ മിക്കവാറും എടുക്കുന്നുണ്ടായിരിക്കുക. ഇത്രയും കാലം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. എല്ലാവരുടെയും സന്തോഷം അങ്ങോട്ട് കെട്ടടങ്ങാൻ പോവുക എന്നൊക്കെ നവ്യയോട് പറഞ്ഞു. നവ്യക്ക് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നല്ല സന്തോഷമായി. പിന്നീട് അഭി പറഞ്ഞു, നീ സന്തോഷിച്ചോ മോളെ. ഇനി നമുക്ക് നല്ല കാലം വരാനായിട്ട് പോന്നേ. നമ്മുടെ കഷ്ടകാലമൊക്കെ മാറിയെന്നാ തോന്നേ. നവ്യ പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. ഇത്ര നാളും നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ, അപ്പൊ അതിനൊരു അവസാനം വേണ്ടേ അഭി എന്നൊക്കെ നവ്യം പറഞ്ഞു. അതേ സമയത്ത് ആദർശ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ആദർശ് ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ഇതേ സമയത്ത് മുത്തശ്ശൻ മുറിയിൽ ആകെപ്പാട് ടെൻഷനോടെ ഇരിക്കുക. പെട്ടെന്ന് മുത്തശ്ശനൊരു നെഞ്ചുവേദന പോലെ തോന്നി. മുത്തശ്ശൻ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ വല്ലാതിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ടിച്ചു, എന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് വയ്യടോ എന്ന് പറഞ്ഞു. വയ്യടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തളർന്ന് വീഴുവാണ്. പെട്ടെന്ന് ആദർശ് ഞെട്ടി ഉണർന്നു. ആദർശ് അത് സ്വപ്നം പോലെ കണ്ടാണ്. കാറിലിരുന്ന് കഴിഞ്ഞപ്പോ ആദർശ് അങ്ങനെ കണ്ടാണ്. മുത്തശ്ശാന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവർ ചോദിച്ചു, എന്താ സാറെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആദർശ് വീട്ടിലേക്ക് വരുക. വീട്ടിലേക്ക് വരണ സമയത്ത് ദേവേനയും നയനയും സിറ്റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പോയി ആദർശിനെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം നീ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ. സാരമില്ല ഇവിടെ മോനെ, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും നയന ചോദിച്ചു, എന്താ ആദർശേട്ടാ, എന്താ സംഭവിച്ചേ? എനിക്കറിയില്ല എന്ന് പറയാണ്. അറിയില്ലെന്നോ? അതെ, ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഉറങ്ങിപ്പോയെന്നോ? എന്തൊക്കെയാ ആദർശേട്ടെ പറയണേ? അതെ, എനിക്കറിയില്ല. അപ്പോഴേക്കും ദേവേനി ചോദിച്ചു, അല്ല മോനെ, നീ അങ്ങനെ ഉറങ്ങുന്നല്ലോ. അല്ലമ്മേ, ഞാൻ അങ്ങനെ ഉറങ്ങുന്നല്ല. പക്ഷേങ്കില് പിന്നെ പിറ്റേ ദിവസം 11 മണി കഴിഞ്ഞപ്പോ നയനയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴാ ഞാൻ ഉണർന്നേന്ന് പറയണ. അയ്യോ ആദർശേട്ട, അതുവരെ ഉറങ്ങുമായിരുന്നോ? അതെ, എന്താ ഇവിടെ ഈ ലോകത്ത് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അമ്മാതിരി ഒരു ഉറക്കമായിരുന്നു ഉറങ്ങിയത്. തലേ ദിവസം ഒരു ജ്യൂസ് കുടിച്ചത് മാത്രം എനിക്കറിയാം. പിന്നീട് എനിക്ക് ഒന്നിനെ കുറിച്ച് ഓർമ്മയില്ല. അത് കേട്ടതും ദേവേനി പറഞ്ഞു, എന്റെ മോനെ, നിനക്ക് ഇത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേ? അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടന് ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആദർശേട്ടന് കോൺഫറൻസ് ഹാളിലേക്ക് ഒന്ന് ചെന്നാൽ മാത്രം മതിയായിരുന്നു. അതെനിക്ക് അറിയായിരുന്നു നയനെ. പക്ഷെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി. അല്ല, മുത്തശ്ശൻ എന്തേ? മുത്തശ്ശൻ ആരോടും മിണ്ടുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നിന്റെ മുത്തശ്ശന്റെ കാര്യം ആർക്കും ഒന്നും അറിയത്തില്ല. ഒന്നും മിണ്ടുന്നു പോലുമില്ല. ആരോടും സംസാരിക്കാതിരിക്കുക. നയന് പറഞ്ഞു, ഇപ്പൊ ആദർശേട്ടൻ മുത്തശ്ശന്റെ അടുത്തേക്ക് പോണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. മുത്തശ്ശനെ പോയി കാണണം. കാരണം ഞാൻ ജയിച്ചു വരുന്ന കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആളല്ലേ. അമേരിക്കൻ കമ്പനിയായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ട് വരുന്ന കാണാൻ വേണ്ടി കാത്തിരുന്ന ആയതുകൊണ്ട് മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. അതാ മുത്തശ്ശന്റെ വിഷമത്തിന്റെ കാരണം. മുത്തശ്ശൻ ഒരിക്കലും
ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. മുത്തശ്ശനേക്കാളും കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്നല്ലേ കൊച്ചുമോനെ. അപ്പോഴല്ലേ എനിക്ക് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ദേവേനി നയനോട് പറഞ്ഞു, മോളെ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എൻ ജ്വല്ലറിക്കാരല്ലേ 5 വർഷത്തെ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നേ. ഒരു പക്ഷെങ്കിൽ ഇതിന് പിന്നിൽ അവരാണെങ്കിലോ? അവര് ശക്തരായ എതിരാളികളായി മാറിക്കൊണ്ടിരിക്കുക. അവര് കമ്പനി തകർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബവും തകർത്തോണ്ടിരിക്കുക. എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട് അമ്മേ എന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോ ആദർശ മൂർത്തി മുത്തശ്ശന്റെ മുറിയിലേക്ക് വരുവാണ്. മുത്തശ്ശനൊന്നും മിണ്ടാതിരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ്, കണ്ടില്ലേ ഇരിക്കുന്നേ, ഇതുപോലെ തന്നെയാണ് നിന്റെ ആ അച്ഛന്റെ കൊച്ചച്ഛന്റെ ഒക്കെ അവസ്ഥ. അവർക്കും വല്ലാത്ത ടെൻഷനുണ്ട്. എന്താടാ മോനെ, നിനക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറഞ്ഞു, മുത്തശ്ശി ഞാന്. അപ്പോഴേക്കും മുത്തശ്ശന് ആദർശിന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് എന്താടാ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറയണം. ഉറങ്ങിപ്പോയെന്നോ? മുത്തശ്ശൻ ഇങ്ങനെയൊന്ന് നോക്കി. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശ. ഞാൻ അമ്മാതിരി ഉറക്കുമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉറങ്ങിയിട്ടില്ല. തലേ ദിവസം ഒരു ജ്യൂസ് കുടിച്ച് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് പിറ്റേ ദിവസം നയനയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണരുന്നത്. അതും 11 മണിക്ക് ശേഷം. പക്ഷെ അതുവരെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ഒറ്റ അടിയായിരുന്നു ആദർശനിട്ട്. ഉറങ്ങിപ്പോയി പോലും. നാണം ഉണ്ടോടാ നിനക്ക് ഇങ്ങനെ വന്ന് പറയാനെന്ന് ചോദിച്ചു. മുത്തശ്ശൻ അടിച്ചു. മുത്തശ്ശൻ ആദ്യമായിട്ട് എന്നെ തല്ലുന്നേ. ഇതുവരെയായിട്ട് മുത്തശ്ശൻ എന്നെ തല്ലിയിട്ടില്ല. അതിനുള്ള കാരണം ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആദർശ് പറഞ്ഞു കഴിയുമ്പത്തേനും മുത്തശ്ശൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, കടന്നു പോയിക്കോ എന്റെ മുന്നിൽ നിന്ന് പറയാണ്. മുത്തശ്ശി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ആദർശ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഇത്രയും കാലം മൂർത്തി ജ്വല്ലറി ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് മൂർത്തി ജ്വല്ലറിക്ക് ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നത്. ഇതെനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല വസുന്ധരെ. എന്നിട്ട് അവൻ വന്ന് പറഞ്ഞിരിക്കുന്നു, ഉറങ്ങിപ്പോയി പോലും. അവൻ ഡീലിൽ പങ്കെടുത്ത് തോറ്റു പോവായിരുന്നെങ്കിൽ അതിൻ്റെതായ ഒരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇതൊന്നുമില്ലാതെയാ. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശന് ദേഷ്യത്തോടെ അവിടെ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ജയനും അജയനും ദേവേനും കൂടെ ഹാളിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് ജയൻ പറഞ്ഞു, ഇതങ്ങനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. വേറെന്ത് കാരണമാണല്ലോ സഹിക്കാം. അവന് ഉറങ്ങിപ്പോയെന്ന്. അതൊരു കാരണമല്ല എന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അവന് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദേവേനി? നിനക്കറിയാവുന്ന കാര്യമല്ലേ ഈ ഡീൽ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു മൂർത്തി ജ്വല്ലറിക്കെന്ന് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയനയും ആദർശും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആദർശിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ചോദിച്ചു, മോനെ നിന്നെ മുത്തശ്ശൻ തല്ലിയോടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം ആദർശ് പറഞ്ഞു, അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചുമക്കളെ ചിലപ്പോൾ മുത്തശ്ശന്മാരിങ്ങനെ തല്ലിന്നൊക്കെ ഇരിക്കും. അതിനകത്ത് ഇപ്പം വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യക്ക് സഹിച്ചില്ല. നവ്യ പറഞ്ഞു, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ വരത്തുള്ളെന്ന് എനിക്കറിയായിരുന്നു. അല്ല, നിങ്ങളെ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തല്ലേ, അന്നൊന്നും നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയില്ല. പക്ഷേങ്കില് ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ശിക്ഷ കിട്ടി. അല്ലെങ്കിലും പറഞ്ഞാ മതി, ഇവിടെ ഉള്ളവരെയൊക്കെ പറഞ്ഞാ മതി. അർഹതയില്ലാത്ത സ്ഥാനത്തല്ലേ പിടിച്ചിരുത്തിയത്. അമ്മാവന്മാരെ പോലും പിന്തള്ളിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് നിങ്ങളെ പിടിച്ചിരുത്തിയതല്ലേ. അപ്പൊ അതിനുള്ള ശിക്ഷ അനന്തപുരിക്കാർക്ക് കൊടുത്തിരിക്കുന്നേ. വലിയൊരു ഡീലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ചോദിച്ചു. അപ്പോഴേക്കും ദേവേന് ചോദിച്ചു, നീ എന്തൊക്കെയാ നവ്യ പറയണെന്ന് ചോദിച്ചു. ആ സമയത്താണ് ജലജ അഭിയും കൂടെ അങ്ങോട്ട് വരുന്നേ. ജലജ പെട്ടെന്ന് പറഞ്ഞു, നവ്യ നീ ഇങ്ങനൊന്നും പറയലെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന മുത്തശ്ശൻ പറഞ്ഞു, അവള് പറയട്ടെ, അവള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? പിന്നെ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റു മാത്രമുണ്ട്. അർഹതയില്ലെന്ന് മാത്രം പറയരുത്. അവന് അർഹതയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവനെ ഞാൻ ആ കസേരയിലേക്ക് പിടിച്ചിരുത്തിയത്. പക്ഷേങ്കില് അവന് ഉറങ്ങിപ്പോയെന്നും പറഞ്ഞു വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോ ആദർശൊന്നും മിണ്ടിയില്ല. എടാ നിന്നോട് എന്തൊക്കെയാടാ പറഞ്ഞു വിട്ടിരുന്നേ? പോകുന്നതിന് മുമ്പ് നിന്നെ മണിക്കൂറുകളോളം മുറി കൊണ്ടുപോയി ഞാൻ സംസാരിച്ചല്ലേ. പിന്നീട് ജയനോട് ചോദിച്ചു, അല്ലടാ ജയാന്ന് ചോദിച്ചു. അതേന്ന് പറയാ, എന്തൊക്കെയാടാ ഞാൻ പറഞ്ഞു കൊടുത്തേ? അത് പിന്നെ നമ്മുടെ പിന്നിലൊരു ശത്രുവുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒരു ശ്രദ്ധയൊക്കെ വേണം. കാരണം ശത്രുക്കൾ നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് നോക്കും. എടാ ഇതൊക്കെ നിന്നെ പറഞ്ഞു തന്നല്ലേടാ നിന്നെ അങ്ങോട്ടേക്ക് വിട്ടത്. എന്നിട്ട് അവൻ ഉറങ്ങിപ്പോയെന്നും പറഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ജയനോട് പറഞ്ഞു, ജയ ഒരു കാര്യം ചെയ്യാം, നീ ആ TV എന്ന് വെച്ചേ ഷെയർ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ചാനലുണ്ടല്ലോ അതും കൂടെ വെക്കാൻ പറഞ്ഞു. ഇത്രയും കാലം അനന്തപുരം ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോലും അത് ന്യൂസ് ചാനലിൽ അവർ പറയുന്ന, ഇത്തവണ കണ്ടോ എങ്ങനെയാ പറയാൻ നമുക്കറിയാന്ന് പറയണം. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനന്തപുരിക്കാർക്ക് നല്ല സമയമായിരുന്നു. കാരണം അതിനെക്കുറിച്ച് അവർ നന്നായിട്ട് വിശകലനം ചെയ്ത്, കാരണം AN ജ്വല്ലറിക്കാർ നല്ല പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ രീതിയിലുള്ള വാർത്തയായിരുന്നു അവർ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. AN ജ്വല്ലറിക്കാരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്
മൂർത്തി ജ്വല്ലറി 15% തകർച്ചയിലേക്ക് കൂപ്പുത്തി. ഗൾഫിലും ഇപ്പൊ കേരളത്തിലും തകർച്ചയുടെ വക്കില. അതുപോലെ തന്നെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പൊ ആകെപ്പാടെ ടെൻഷനിലാന്നുള്ള വാർത്തകളൊക്കെ. അപ്പൊ ലക്ഷങ്ങൾ മുടക്കി ഏൺ ജ്വല്ലറിക്കാര് മൂർത്തി ജ്വല്ലറിക്കെതിരായിട്ട് ചാനലുകാരെ കയ്യിലെടുത്ത് വാർത്തകളൊക്കെ പടച്ചു വിടുവാണ്. മുത്തശ്ശൻ പറഞ്ഞ് TV ഓഫ് ചെയ്തേക്കാൻ പറയാം. കണ്ടില്ലേ, ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ എതിരാളികള് ലക്ഷങ്ങൾ വേണ്ടിയിട്ടാ ഈ കാര്യത്തിനൊക്കെ മുടക്കുന്നേ, നമ്മളെ എങ്ങനെയെങ്കിലും ഏത് വിധേനും താറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ, അത് മനഃപൂർവ്വം അല്ലല്ലോ ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. മനഃപൂർവ്വം അല്ല പോലും. ഇതൊക്കെ മനസ്സിൽ കണ്ടാ ഞാൻ അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ. വസുന്ധരെ, കഴിഞ്ഞ 52 വർഷക്കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മൂർത്തി ജ്വല്ലറി താഴേക്ക് പോയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഇല്ലാന്ന് മുത്തശ്ശി പറഞ്ഞു. അതാ പറഞ്ഞേ, ഇതിനേക്കാളും ഭേദം ഞാനെന്ന അസുഖം വന്നു കഴിഞ്ഞപ്പോ അങ്ങോട്ട് മരിച്ചു പോകുന്നായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണണ്ടായിരുന്നല്ലോ. ഇവനെ പോലുള്ള ഒരുത്തൻ ഇനിയും ജ്വല്ലറി വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയ തെറ്റാ ഇവൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ രോഷാകുലനാവുകയാണ്. അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആദർശന്. ആദർശ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.